ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നമ്മൾ സെൻസെക്സിൻ്റെ സ്ട്രൈക്ക് ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. നമ്മൾ കൊടുത്തിരുന്നത് 83,000 കോൾ ഓപ്ഷൻ്റെ സപ്പോർട്ടായിട്ട് 145 127 കൊടുത്തിരുന്നത്. 9:32 നമ്മൾ കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ 83,000 പുട്ട് ഓപ്ഷൻ റെസിസ്റ്റൻസ് ആണ് കൊടുത്തിരുന്നത് 138 111 ലെവൽ. അപ്പോൾ ഇങ്ങനെ ഒരു ലെവൽസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഈ ലെവൽസ് വെച്ച് ട്രേഡ് ചെയ്യുന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനലിലെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ചാനൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സെൻസസിൻ്റെ 83,000 കോൾ ഓപ്ഷൻ്റെ ലെവൽസ് നോക്കാം. അപ്പോൾ നമ്മൾ കോൾ ഓപ്ഷൻ ലെവൽസ് പറഞ്ഞിരുന്നത് 145 127 സപ്പോർട്ടാണ്. അതായത് ആ സമയത്ത് മാർക്കറ്റ്, അതായത് 9:30 സമയത്ത് മാർക്കറ്റ് 145 മുകളിലാണ് ട്രേഡ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു സപ്പോർട്ടായിട്ട് പറഞ്ഞിരുന്നത്. നമുക്ക് ആദ്യം തന്നെ ആ ലെവൽസ് മാർക്ക് ചെയ്യാം. അപ്പോൾ 9:30 മാർക്കറ്റ് ഈ ലെവലിലാണ് ട്രേഡ് ചെയ്തത്. അതായത് സെൻസസ് 83,000 കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് ഈ ഒരു ലെവൽ, അതായത് 165 ലെവലാണ് ട്രേഡ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മുടെ 145 127 ആണ്. അപ്പോൾ നമ്മൾ ആ സ്ട്രൈക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. നൂറ്റി 45, അതുപോലെ 127. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലെവൽസിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതാണ് ഇപ്പോഴത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത്. 83,000 കോൾ ഓപ്ഷൻ്റെ സപ്പോർട്ട് ഇതാണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് തിരിച്ച്, അതായത് 145 ലെവൽ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതല്ല, ഈ ഒരു ലെവൽസ് താഴേക്ക് ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് റെഡ് ക്യാൻഡാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ, നിങ്ങളൊരു ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ നിങ്ങൾക്കവിടെ ഓപ്ഷൻ സെല് ചെയ്തിടാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് താഴേക്ക് വന്നു. നമ്മുടെ സപ്പോർട്ട് ലെവലാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ സപ്പോർട്ട് ലെവലിൽ ട്രേഡ് നടക്കുമ്പോൾ നമ്മൾ ഇനി നോക്കേണ്ടത് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിലെ ക്ലോസ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഓപ്ഷൻ ബയ്യർ ആണെങ്കിൽ ഇനി ഇത് എപ്പോഴാണ് 145 മുകളിൽ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത്, അപ്പോഴാണ് നമുക്ക് എൻട്രി വരുന്നത്. അതല്ല, നിങ്ങളൊരു ഓപ്ഷൻ സെല്ലർ ആണെങ്കിൽ 127 താഴെ എപ്പോഴാണ് 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത്, അപ്പോഴാണ് നമുക്ക് എൻട്രി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ നമുക്കൊരു എൻട്രി ഇവിടെ വന്നിട്ടുണ്ട്. അതായത് 145 മുകളിൽ 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ബൈ എടുക്കാമെങ്കിൽ തന്നെ നമ്മളിവിടെ താഴെ സ്റ്റോപ്പ് ലോസ് കാണാം. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസോടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസോടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ഓപ്ഷൻ സെല്ലറൊക്കെ ആണെങ്കിൽ നമുക്കിവിടെ ഒരു എൻട്രി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എൻട്രി വരുമ്പോൾ നമ്മളിവിടെ സെല്ല് ചെയ്യാം. എന്നിട്ട് നമ്മൾ എവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തൊട്ട് മുമ്പിൽ വന്ന ക്യാൻഡിൽസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ക്യാൻഡിൽസിൻ്റെ ഹൈക്ക് മുകളിലായിട്ട് വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് കാണാനായിട്ട്, ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ. ഇനി നമ്മുടെ ടാർഗറ്റായിട്ട് നമുക്കാണെങ്കിൽ ഇവിടെ ടാർഗറ്റ് കാണാവുന്നതാണ്. കാരണം ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, ഇത് ടാർഗറ്റ് കാണാം. ഇവിടെ തൊട്ട് താഴെ ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. ഈ രണ്ട് ലെവൽസ് വേണമെങ്കിൽ നമുക്ക് ടാർഗറ്റ് കാണാവുന്നതാണ്. ഈ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്താൽ മതി. ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് 145 ബ്രേക്ക് ചെയ്തു കണ്ടോ, പക്ഷേ അതിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസ് ഈ ലെവൽസിന് മുകളിലായതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം സപ്പോർട്ടുള്ളത് ഇപ്പോൾ റെസിസ്റ്റൻസായി മാറി. അപ്പോൾ 145 ഇപ്പോൾ സ്ട്രോങ് റെസിസ്റ്റൻസായി മാറി. മാർക്കറ്റ് വീണ്ടും അത് ടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണ്. ഓക്കെ, നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ടാർഗറ്റും ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ രണ്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 83,000 നമുക്കൊന്ന് ബൈയിങ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. പക്ഷേ സെല്ലിങ്ങിൽ നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് 83,000 പുട്ട് ഓപ്ഷൻ്റെ ലെവൽസാണ്. അപ്പോൾ പുട്ട് ഓപ്ഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 138 111 റെസിസ്റ്റൻസ് ലെവലായിട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം ആ സമയത്ത് മാർക്കറ്റ് 111 താഴെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ലെവൽസ് ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ 83,000 പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് ചാർട്ടാണ്. നൂറ്റി 111. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ബൈ വരണമെങ്കിൽ
മാർക്കറ്റ് 138 ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിലിന് മുകളിൽ ക്ലോസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്കൊന്ന് ബൈ വരത്തുള്ളൂ. ഇനി നമുക്ക് സെല്ലാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ടച്ച് ചെയ്ത് താഴെ വന്ന് റെഡ് ക്യാൻഡിലൂടെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് സെല്ലാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് തിരിച്ച് കയറി 138 ലെവലിൽ ടച്ച് ചെയ്തു. അപ്പോൾ ആ ലെവൽസിനുള്ളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് 138നും 111നും ഇടയിലാണ്. നമുക്കിനിപ്പോൾ മാർക്കറ്റ് ഇവിടെ റെസിസ്റ്റൻസ് ടച്ച് ചെയ്തു. താഴെ ഇനിയിപ്പോൾ ഇവിടെ റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വലിയൊരു ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് വലിയൊരു ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര വലിയൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ട്രെൻഡ് ബുള്ളിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്ലോസിങ്ങിൽ ബൈ എടുക്കുന്നത് റിസ്ക് ആണ്. അപ്പോൾ നമുക്ക് ഈ ക്ലോസിങ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 138 ലെവലിൽ ബൈ ഓർഡർ പ്ലേസ് ചെയ്ത് വയ്ക്കാം. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് കണ്ടാൽ മതി. നിങ്ങളൊരു ഓപ്ഷൻ ബയർ ആണെങ്കിൽ ഓക്കെ. ഇപ്പോൾ നമ്മുടെ ബൈ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൈ ആക്റ്റീവ് ആയിട്ടുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നിയറസ്റ്റ് വന്നിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഓക്കെ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു ലെവലാണ്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരാണ് ചെയ്തത്. നമ്മുടെ സെക്കൻഡ് ടാർഗറ്റിൽ ഹിറ്റ് ചെയ്തില്ല, മാർക്കറ്റ് താഴെ വന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ 111 ലെവൽസിന് താഴെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടുന്ന് സെല്ലാണ്. അപ്പോൾ നിങ്ങളൊരു ഓപ്ഷൻ സെല്ലറൊക്കെ ആണെങ്കിൽ നമുക്കിവിടുന്ന് സെല്ല് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ ഈ ഒരു ബ്രേക്ക് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ഹൈക്ക് മുകളിൽ സ്റ്റോപ്പ് ലോസ് കണ്ടാൽ മതി. ഇനി നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ ടാർഗറ്റ് കാണാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലെവൽസ് വെച്ച് ട്രേഡ് ചെയ്യണത്. അപ്പോൾ ഞാൻ എക്സ്പയറി ഡേയ്സ് കഴിയുന്നതും നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ സെൻസെക്സിൻ്റെ അതുപോലെ ലെവൽസ് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.